ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കാണ്. ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമുക്ക് നാളികേരം, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ നമുക്ക് സബോള, പിന്നെ നമുക്ക് കൊല്ലമുളക്, കടുക്, മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി എല്ലാം വേണം നമുക്ക്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ ചക്ക നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ചക്കയൊക്കെ അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ചക്കപ്പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി. അപ്പോൾ നമുക്കിത് അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി നന്നായിട്ട് നമുക്ക് ടേസ്റ്റുള്ളൊരു ചക്കപ്പുഴുക്ക് കഴിക്കാം. നമ്മൾ ചക്കയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നാളികേരവും കരിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടുക് വറുത്ത് നമുക്ക് നല്ല ചക്കപ്പുഴുക്ക് നമുക്ക് കഴിക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമുക്ക് ഇത്തിരി പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേശം കൂടി ഉപ്പിടാണ്. നമ്മൾ ചക്കപ്പുഴുക്കിലേക്ക് നമ്മൾ വറുത്തിടാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ചട്ടിയിൽ ചൂടായിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ കരിവേപ്പില, കടുക്, മുളക് ഒക്കെ നമുക്കിടാം. കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഇടാം, കൊല്ലമുളക്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് കരിവേപ്പില ഇട്ട് ഇളക്കി നമുക്ക് ചക്കയിലേക്ക് മിക്സ് ചെയ്യാം. കൊല്ലമുളക് ഇട്ട് കഴിഞ്ഞു. അത് നന്നായിട്ട് കടുകും കൊല്ലമുളകും പൊട്ടി നന്നായിട്ട് വരണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കരിവേപ്പില ഇടാം ഇതിലേക്ക്. ഇനിയും 2 കതിര് കരിവേപ്പില നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ്. കടുക് ഇതിലേക്ക് നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചക്ക കൊണ്ടുള്ള പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇനി ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.